വെൽക്കം ബാക്ക് ടു ടിസ്റ്റേഴ്സ്. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വർഷവും ഭയങ്കര സ്പെഷ്യലായിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി എഡിറ്റ് ചെയ്തിടുന്ന പോസ്റ്റ് ചെയ്തൊരു വീഡിയോ പോലെ ഇപ്രാവശ്യം ഞാൻ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടിടുന്നൊരു വീഡിയോ ആണ്, ഒരു വ്ളോഗാണ് ഇന്നത്തത്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് തമിഴിൽ കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ 7th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിന് പ്രമാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഇന്ന് രാവിലെ തന്നെ അമ്പലങ്ങളിലേക്കൊക്കെ പോകണം. രാവിലെ ഇപ്പം പ്രത്യേകിച്ച് വലിയ ഗ്രാൻഡായിട്ട് പരിപാടിയൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് എല്ലാ പ്രാവശ്യവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ കസിൻസും കാര്യങ്ങളൊക്കെ വരുത്തിച്ചിട്ടാണ് പരിപാടി. ഇപ്രാവശ്യം നമ്മൾ അങ്ങനത്തെ വലിയ സെലിബ്രേഷൻ ആയിട്ടൊന്നുമില്ല, ഒന്ന് ഒതുക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അമ്പലത്തേക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ ചേട്ടനെ കഴിഞ്ഞിട്ടുണ്ട്, പാറൂസ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. കുളി കാര്യങ്ങളൊക്കെ കഴിക്കണം. കാശിക്കൂട്ടനെ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ സ്വതവേ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല അമ്പലത്തേക്കൊന്നും പോകാറുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി കുളിക്കേണ്ട ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. പാറൂസ് എന്തെങ്കിലും ലൈറ്റായിട്ട് കൊടുക്കും. കാശിക്കുട്ടന് ഇപ്പോൾ രാവിലെ തന്നെ കഴിഞ്ഞിട്ട് അവൻ ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ എന്താ പറയുക ബ്രസ്റ്റ് മിൽക്കൊക്കെ എടുത്ത് വെച്ചിട്ട് അമ്പലത്തേക്ക് പോകണം. അപ്പോൾ എന്തായാലും നമ്മൾ അമ്പലത്തേക്ക് പോകാൻ നോക്കട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നേരി കാണാം. ഗൈസ്, വീട്ടിലേക്ക് പോണേക്കാൻ മുമ്പ് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലവ് ലാപ്പിൻ്റെ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് കേട്ടോ. അതായത് നമുക്ക് ഇലക്ട്രിക് ആയിട്ട് നമുക്ക് നമ്മുടെ ബ്രസ്റ്റിൽ നിന്ന് മിൽക്ക് പമ്പ് ചെയ്തിട്ട് നമുക്കൊരു ബോട്ടിൽ എടുത്ത് വെക്കാൻ പറ്റും. അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സോഫ്റ്റ് മസാജ് പെറ്റൽ കുഷ്യനാണ് കേട്ടോ. ഇത് നമ്മുടെ ബ്രസ്റ്റിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ മിൽക്ക് പമ്പ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വയർ വന്നിട്ട് ഇത് ഒരു ടച്ച് സ്ക്രീൻ വിത്ത് LCD ഡിസ്പ്ലേ ഉള്ള സംഭവമാണ്. ഇതിൽ നമുക്ക് എന്താ പറയുക, ഇതിലാണ് എല്ലാം നിയന്ത്രിക്കാൻ പറ്റുന്നത്. കൂട്ടാനും കുറയ്ക്കാനും പറ്റും. 9 ഇൻറ്റൻസിറ്റി ലെവൽ വരെ പോകാം. 2 മോഡ്സ് ആണുള്ളത്. അപ്പം ഇത് കണ്ടോ, ഡ്രോപ്പിൻ്റെ ഒരു സിഗ്നൽ ഉണ്ടോ, അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ശരിക്കും മിൽക്ക് പമ്പ് ചെയ്ത് തുടങ്ങും. പവർ ഓൺ ചെയ്യാം, പവർ ഓഫ് ചെയ്യാം. അങ്ങനെയാണ്. ഈ ഒരു വയർ വന്നിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഞാൻ കാണിച്ചിട്ട് ഇതിന് ചാർജർ ഉണ്ട് കേട്ടോ. ഇത് കാണിച്ചു തരാം. നമ്മൾ പവർ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് മോഡ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇത് പമ്പ് ചെയ്യുന്ന ഒരു വേരിയേഷനാണ് കാണുന്നത്. കൂടുമ്പോഴും കുറയുമ്പോഴും ഭയങ്കര വേരിയേഷൻ ആയിരിക്കും. ഡ്രോപ്പിൻ്റെ ഒരു സംഭവം വരുമ്പോൾ ഭയങ്കര ഡീപ്പായിട്ട് പാല് ഇങ്ങനെ ശരിക്കും സക്ക് ചെയ്തെടുക്കും. ഉണ്ണികൾ നമുക്ക് എങ്ങനെയാണ് പാല് കുടിക്കുക അതേ ഫീൽ തന്നെയായിരിക്കും. ശരിക്കും സക്ക് ചെയ്തെടുക്കും. എന്നിട്ട് ഈ ഒരു ബോട്ടിലേക്ക് കളക്ട് ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മാനുവലായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ മാനുവൽ നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാട്ടോ. മാനുവൽ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റും. അതായത് ഭയങ്കര എളുപ്പമാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാൻ ഇതാണ് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുക. ഇതിൽ എക്സ്ട്രാ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, പൗച്ചും ഉണ്ട്. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഞാൻ താഴെ ടാഗ് ചെയ്യാം. ഇന്നത്തെ ദിവസം എന്താ, നമ്മളിപ്പോ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായിട്ട് അമ്പലത്തിൽ പോണേ? ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്താ? അയ്യോ, ഈ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ എന്തൊട്ടാണ് പാറു? ബർത്ത്ഡേ. അച്ഛന്റെയും പുതിയൊരു ജീവിതം തുടങ്ങിയ അച്ഛന്റെയും അമ്മയുടെയും കല്യാണം ഉണ്ടല്ലോ പാറു. കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലായി. 8 കൊല്ലം കഴിഞ്ഞിട്ട് വേണം കല്യാണം കഴിക്കാൻ. അപ്പൊ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ 7ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ ഇതുകൊണ്ട് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തേക്ക് പ്ലസ് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിഖിലും കീത്തും, ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പറഞ്ഞ ഒരുമിച്ചല്ലേ പോവാറ്. കീത്തുവിന് അമ്പലത്തേക്ക് പോകാൻ പറ്റില്ല. പ്ലസ് നിഖിലിന് ജോലിക്ക് പോയിരിക്കുകയാണ്. നിഖിലിന് അത്യാവശ്യമായിട്ട് ഇന്ന് പോകണ്ടായിരുന്നു, ലീവ് എടുക്കാൻ പറ്റില്ലായിരുന്നു അവന്. അപ്പോൾ അതുകൊണ്ട് 2 പേരും ഇല്ല. പിന്നെ കീത്തുവിന് വരാൻ പറ്റില്ലല്ലോ, അതാണ് അവരില്ലത്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഇറങ്ങി. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, സ്വാഭാവികം. അപ്പൊ ചേട്ടാ, ഈ ഒരു 7ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയതിൽ ഏട്ടൻ എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു പാട്ടിലെ 7 സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ, അതുപോലെ 7 കൊല്ലം ഞങ്ങൾ തയ്ച്ചിരിക്കുന്നു. 7 നിറം 7 സ്വരങ്ങൾ അല്ലേ? അങ്ങനെ 7 വർഷം ഞങ്ങൾ തയ്ച്ചിരിക്കുന്നു. അതിസാഹസികമായി പോക മാത്രമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനിയുള്ള വർഷങ്ങൾ ഞങ്ങളുടെ കളികൾ നിങ്ങൾ കാണാനിരിക്കുന്നു. ഞങ്ങളുടെ സ്നേഹത്തിന്റെ എഫേർട്ടിന്റെ റിസൾട്ട് ആയിട്ടിരിക്കുന്നു 7 കൊല്ലത്തിന്റെ ഇടയിൽ. ഓ മൈ ഗോഡ്. അപ്പോ എന്താണ്, അല്ല സീരിയസ്ലി പറ, 7 വർഷമായിട്ടുള്ള ഏട്ടന്റെ കല്യാണത്തിന് മുമ്പ് ഭയങ്കരമായി അടിച്ച് പൊളിച്ച് നടന്നൊരു വ്യക്തിയാണ് നിതീഷ് എന്ന് പറയുന്നത്. അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടല്ല, ഏട്ടൻ അങ്ങനെ ഫ്രണ്ട്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഫാമിലിയാണ് ഏട്ടന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളത്. അല്ലാതെ എന്താ പറയാ, വേറെ ഫ്രണ്ട്സ് അങ്ങനെ ആരുമില്ല. പിന്നെ ഏട്ടന്റെ പഴയ സ്കൂളിൽ പഠിച്ച കുറച്ച് ഫ്രണ്ട്സ് അവരൊക്കെ ആയിട്ട്, പക്ഷെ
എന്താ പറയാ, അത് ഫ്രണ്ട്സ്, നമുക്കുണ്ടാകുന്ന ഫ്രണ്ട്സ് പോലെയാണ്. ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയട്ടെ ആരും, ഞങ്ങൾ ഫാമിലി തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കൊക്കെ ഒപ്പം ഉള്ളത്. പക്ഷെ കല്യാണത്തിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഏട്ടൻ ഭയങ്കര എന്താ പറയാ പാറി പറഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ്. അതായത് കല്യാണം, എനിക്ക് ഓർമ്മയുണ്ട് കല്യാണത്തിനൊക്കെ കല്യാണം ഉറപ്പിച്ചിരുന്ന സമയത്തൊക്കെ എന്താ പറയാ, ഏട്ടൻ പണി കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റീവ്സിന്റെ ഒരു 4-5 വീടുണ്ട്. വരുന്നതും ഏട്ടൻ ഈ 5 വീടുകളിലും അടുത്തല്ലോ ഈ 5 വീട്ടിലും ഏട്ടൻ കയറും. അങ്ങനൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പം ഏട്ടാ, എന്താണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് ഡിഫറൻസ്? മിസ് ചെയ്യുന്ന ഫാമിലി അതെല്ലാവർക്കും ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രശ്നം പോവാൻ പറ്റാത്തതെന്നൊക്കെ അതൊക്കെ മനസ്സിലാവുമല്ലോ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെന്താ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് കൂടുതൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫാമിലി ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് വലിയ മിസ്സിംഗ് ഒന്നും തോന്നാറില്ല. ഞാൻ പോക്കുണ്ട്. എന്താ പറയാ, മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബിസിയായി. അത് ഞാൻ വർക്ക് കൊണ്ടോ കാര്യങ്ങളോ കൊണ്ടല്ല, ഫാമിലി പരമായി തന്നെ ഭയങ്കര ബിസിയായി. എങ്ങനെ ബിസി ആവാതിരിക്കും? 4 പിള്ളേരുള്ള ഒരു കുടുംബത്തിൽ ടോട്ടൽ എക്സിസ്റ്റ്. പിന്നെ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ സ്നേഹം കുറഞ്ഞല്ല, സ്നേഹം കൂടുതൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നു. എല്ലാവർക്കും വിഭജിച്ചു കൊടുക്കണ്ടേ, ഒരാൾക്കും പറയാൻ പാടില്ല, കൂടാൻ പാടില്ല. കൂടുതൽ കിട്ടിയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടണ്ടായിരിക്കുന്ന സ്നേഹം. അതുകൊണ്ട് ഞാൻ വന്നതിന് ശേഷം ഏട്ടന്റെ മാറ്റം എന്താണ്? അതാ പറഞ്ഞു, നീ വന്നതിന് ശേഷം ഞാൻ കൂടുതൽ ബിസി ആയതല്ലോ. കാരണം നിന്നെ സ്നേഹിക്കണം, നിന്നെ സ്പെൻഡ് ചെയ്യണം. ഞാൻ വന്നപ്പോ അല്ല, ഞാനിപ്പോ എന്റേതായ ബിസികൾക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഭയങ്കര ബോറാവൂലേ? ഞാൻ ആ ബിസിയായി എന്ന് പറയുന്നത് അതൊരു നല്ലൊരു പോസിറ്റീവ് തിങ്സിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ബിസി എന്ന് പറയുമ്പോ നെഗറ്റീവ് വാക്കായിട്ട് കാണണ്ട. ഞാൻ പറഞ്ഞത് നിന്നോടുള്ള സ്നേഹത്തിൽ നിന്നോടുള്ള കൂടുതൽ കൂട്ടുകൂടാൻ വേണ്ടി ഞാൻ ബിസി ആയി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. പിന്നെ എനിക്ക് എന്താണ് 7 കൊല്ലം കൂടെ, എനിക്ക് 7 കൊല്ലായിന്ന് തോന്നുന്നത്. എനിക്ക് ഞങ്ങൾ ടോട്ടൽ ബിസിയായി. എന്താ പറയാ, നമ്മുടെ കല്യാണം കഴിയുന്നേക്കാൾ മുമ്പുള്ള ലൈഫും കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതായത് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് കുറേ നമ്മുടെ ലൈഫ് അങ്ങോട്ട് ഫുൾ ടോട്ടൽ ചേഞ്ച് ആണത്. അതായത് നമ്മുടെ കല്യാണത്തിന് മുമ്പ് ആയിരിക്കും കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് തലയിൽ വെക്കേണ്ടി വരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മേ, എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കിട്ടിയ ഭയങ്കര ഒരു ലക്കാണ് എൻ്റെ ഏട്ടൻ. ഓക്കെയാണ് കേട്ടോ, ഭയങ്കര ലക്കാണ് ഏട്ടൻ. ഓക്കെയാണോ? ഞാൻ എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നൊരു ചെറിയ സംഭവം എന്താണെന്നറിയോ? ചെറുതല്ല, ഇപ്പൊ നീ പറഞ്ഞില്ലേ എന്റെ ഡിഫറെന്റ് ആണ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഡിഫറെന്റ് കണ്ടിട്ടേ ഇല്ല എന്റെ ലൈഫില്. അതുപോലെ തന്നെയാണ് ഏട്ടന്റെ ലൈഫിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ എല്ലാ ഗേൾസിന്റെ ലൈഫിലും ഭയങ്കര ചേഞ്ചസ് വരും. അതായത് നമ്മളെ വീട് മാറി, ആ ഈ ഒരു ചേഞ്ചസ്, നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് മാറി. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ലോകം കണ്ടത് ഏട്ടന്റെ കൂടെ വന്നേ പിന്നെയാണ്. അതായത് എന്റെ വീട്ടില് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനല്ല, ഞങ്ങൾക്ക് ഇപ്പൊ അമേരിക്കക്ക് പോണോ യൂറോപ്പിക്ക് പോണോ അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങള്. ഞങ്ങൾക്ക് തൊട്ടപ്പുറത്ത് ഒരു ബീച്ച്, എന്റെയും കീത്തുവിന്റെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാ. ഞങ്ങൾക്ക് തൊട്ടപ്പുറത്ത് ഒരു ബീച്ചിക്ക് പോയാലും ഞങ്ങൾക്ക് അത് ഓക്കെയാണ്. അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങള്. പിന്നെ എന്താ പറയാ, എന്റെ വീട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ സിനിമയ്ക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ല. അതായത് സിനിമയ്ക്ക് പോക്കോ അങ്ങനെയൊന്നുമില്ല. അച്ഛൻ ഫുഡ് മേടിച്ചു തരും. അതായത് അച്ഛൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അച്ഛൻ ഒട്ടും ഇതാക്കാറില്ല. അച്ഛൻ നന്നായിട്ട് ഫുഡ് മേടിച്ചു. പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയാ, ഈ KFC അതിനെപ്പറ്റി അറിയൂല, മനസ്സിലായിട്ടാ. അല്ലെങ്കിൽ ചിക്കൻ, ബട്ടർ ചിക്കൻ, അതൊന്നും അറിയില്ല. ആകെ ചിക്കൻ കറി, ബീഫ് അങ്ങനെയൊക്കെ അറിയുള്ളൂ. അതുള്ളത് അച്ഛനെ ഞങ്ങൾക്ക്, അതെന്നോട് ഏട്ടനും പറയും. അച്ഛൻ നന്നായിട്ട് ഭക്ഷണം നന്നായിട്ട് ഇതാക്കുന്ന ഒരാളാണ്. അതിനപ്പുറം, അതായത് നമ്മുടെ 4 ചുമരുകൾക്ക് അപ്പുറം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും എന്താ പറയാ, നിഖില് റിലീസ് അവിടെ പടങ്ങൾ ഫുള്ള് നിഖില് ബുക്ക് ചെയ്യും. എന്നിട്ട് ഞാനും നിഖിലും ഏട്ടനും കൂടെ പോക്കാണ് രാത്രി വണ്ടിയിൽ.
എല്ലാ സിനിമയ്ക്കും, ഒട്ടുമിക്ക സിനിമയ്ക്കൊക്കെ ആ ഒരു സംഭവം കീത്ത് വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ആയി. അതായത് കീത്ത് വന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ആ സിനിമയ്ക്ക് പോക്ക് നിന്നു. അപ്പൊ ഞാനും പോവാത്ത കാരണം നിന്നു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ കുഞ്ഞായി, കുഞ്ഞിനൊരു സ്റ്റേജ് എത്തുന്ന വരെ പിന്നെ പോയില്ല. പിന്നെ രണ്ടാമത് കീത്ത് പ്രഗ്നന്റ് ആയി. അങ്ങനെ ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു. ഇപ്പൊ വീണ്ടും ഞങ്ങള് പഴയ പോലെ പോവും. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകള് എന്താ പറയാ, ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഇത് തിന്നാൻ തോന്നുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഏട്ടൻ ഓക്കെ. പിന്നെ ഏറ്റവും വലിയൊരു വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴക്ക്. ഞങ്ങൾ ഒട്ടുമിക്ക ദിവസങ്ങളും വഴക്കൂടാറുണ്ട്. ഇല്ല ഏട്ടാ, ഞങ്ങള് ഒട്ടുമിക്ക ദിവസങ്ങളും ഒട്ടുമിക്ക ദിവസങ്ങളും അടി കൂടാറുണ്ട്. അടി കൂടാറ് മീൻസ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഏട്ടനിങ്ങനെ ഭയങ്കര പീസ് ആയിട്ട് അങ്ങനെ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് തർക്കമുണ്ടെങ്കിലും ഞങ്ങൾ ഒരു ദിവസം അത് കൊണ്ടുപോകാറില്ല. അത് ഈ ഒരു 7 വർഷത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു സംഭവമാണ്. അതായത് ഞങ്ങൾ എത്ര അടി കൂടിക്കെടുത്താലും പിറ്റേ ദിവസം ഞങ്ങൾ മറന്നു പോവും. അതല്ല ഏട്ടാ സംഭവം, ഞാൻ മറന്നു പോവും. അടി കൂടി എന്നുള്ളൊരു സംഭവമേ മറന്നു പോവും, ഞങ്ങൾ മറന്നു പോവും. അതുപോലെ തന്നെ ഇപ്പൊ നല്ലൊരു തല്ലൂട്ടം കണ്ടിട്ടുണ്ടെങ്കിലും തൊട്ടടുത്ത മൊമെന്റില് ഈ സാധനം വേണ്ടേ, അല്ലെങ്കിൽ 5 ഇത് വേണ്ടേ, അങ്ങനെ വെറുതെ ഞങ്ങൾ വരും. അതായത് ഞാനിങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന ചേട്ടക്ക് കേട്ടിട്ട് മനസ്സിൽ വിചാരിക്കണ്ടെന്ന് കരുതണ്ട. കാരണം ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്, കുറച്ച് റെസ്റ്റാണ് റോഡ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അതെ, അതുകൊണ്ടാണ് ഞാൻ കേൾക്കുന്നുണ്ട്, പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. ഞാൻ അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ പറയാൻ പറ്റില്ലേ, നമ്മളെ കാണുന്ന പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ അടി വഴക്കുന്ന ഒരു സംഭവം ഇല്ല. പിന്നെ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏട്ടൻ കേൾക്കും. അങ്ങനല്ല, ഞാനതിന് അങ്ങനത്തെ വലിയ ആഗ്രഹങ്ങളൊന്നും ഏട്ടനോട് പറയാറില്ല. അതായത് എനിക്ക് എന്തെങ്കിലും അങ്ങനല്ല ഏട്ടൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വെഡിങ് ആനിവേഴ്സറി പറയാം, ഏട്ടൻ എനിക്ക് ഇന്ന സാധനം വേണം. അപ്പൊ ഏട്ടൻ പറയാം പൈസ അതല്ലാണ്ട് ഞാൻ വലിയ ആകെ ആഗ്രഹം പറയുന്ന ഒരു സംഭവം എന്നറിയാമോ, ഷവർമ മേടിച്ചിട്ട് വരോ, ഫുഡ് മേടിച്ചിട്ട് ഫുഡിനുള്ള ആഗ്രഹം പറയാറില്ല. കഴിഞ്ഞു പോയി ഏട്ടൻ ചെന്നപ്പോ. ഏട്ടന്റെ കൂടെ കൂടിയപ്പോഴാണ് ഒരു ഫുഡിയായി മാറിയത് ഞാൻ. അതായത് ഈ എന്താ പറയാ, പുറത്തുള്ള ഫുഡിനോടൊക്കെ കഴിച്ച് പുറത്തുള്ള ഫുഡ് തലയ്ക്ക് പ്രാന്ത് പിടിച്ച് ഇപ്പൊ എല്ലാ വെറൈറ്റി ഐറ്റംസും നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങള് എത്തി. അതായത് അമ്പലം എത്താറായിട്ടുണ്ട്. ഞങ്ങളുടെ അമ്പലം അടയ്ക്കുമെന്ന് അറിയില്ല. അതിന് മുമ്പ് വേഗം ചെല്ലട്ടെ, എന്നിട്ട് വേണം നമുക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നേരെ അമ്പലത്തിൽ ചെന്ന് ദേവിനെ തൊഴട്ടെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. പണിക്കാട്ടിൽ നിന്നാണ് നമ്മുടെ അമ്പലത്തിൻ്റെ പേര്. ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റ്, എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ നട കയറി കഴിഞ്ഞതും അവിടുത്തെ ശാന്തി മെയിൻ ഡോർ അടയ്ക്കാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ തൊഴുത് പുറത്തിറങ്ങി ഇതേ പ്രസാദമൊക്കെ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലും കുങ്കുമം എൻ്റെ നെറുകയിൽ തൊടിയിക്കാനുള്ള നിർബന്ധമാണ്. അത് ഞാൻ ചെയ്യിക്കാറുണ്ട്. എനിക്ക് കുങ്കുമം ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എല്ലായിടത്തും എപ്പോഴും ഞാൻ കുങ്കുമം തൊടാറില്ല. അമ്പലങ്ങളിലേക്ക് സാരി കൊടുക്കുമ്പോൾ ഒക്കെ കുങ്കുമം ഞാൻ തൊടാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എല്ലായിടത്തും പോകുമ്പോഴൊന്നും കുങ്കുമം താലിമാലയും ഇടാറില്ല കേട്ടോ. അപ്പോൾ പ്രസാദം കിട്ടിയപ്പോൾ അതേ ശർക്കര കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ശർക്കരയൊക്കെ മനസ്സിലായി തുടങ്ങി, കൽക്കണ്ടൊക്കെ മനസ്സിലായി തുടങ്ങി. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടാണെങ്കിൽ ഒരു രക്ഷയില്ല കഴിച്ച്. ഞങ്ങൾ വേഗം തന്നെ കാറിൽ കയറി ടേസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഈ പ്രസാദം ഉണ്ടല്ലോ, അവില്, മലര്, പഴം, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് 4 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മക്കളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. കാശിതേ ആ പാല് കുറച്ച് കുടിച്ചു എന്നല്ലാതെ വേറെ എക്സ്ട്രാ കഴിച്ചിട്ടില്ല. അപ്പോൾ കാശി ശർക്കര കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാറൂസിന് ഇഷ്ടമാണത്. പാറൂസിനും കൊടുത്തു, ചേട്ടനും കൊടുത്തു, ഞാനും കുറച്ചേരം ഇരുന്ന് കഴിച്ചു. പിന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് നമുക്ക് സമയം അങ്ങനെ ഇല്ല. നമുക്ക് ഒരു ഉച്ച വരെ എന്തായാലും അമ്പലത്തിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് ഒരു 1/2 മണിക്കൂർ ദൂരമുണ്ട്. 1/2 മണിക്കൂറിനൊക്കെ കൂടുതൽ ദൂരമുണ്ട്. പക്ഷെ നല്ല റിലാക്സ് ആയിട്ട് കുറച്ച് നേരം AC ഇട്ട് കാറിലിരുന്നു. പക്ഷേ ചൂടിൻ്റെ ഒരു കാഠിന്യം പറയാതിരിക്കാൻ വയ്യ, അത്രയുണ്ട്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാണ്. കാശിക്കൂടെ എന്തിട്ട് കഴിച്ചേ? ശർക്കര കഴിക്കുകയാണ്. അമ്മ മോനോടെ സോഫയിൽ വെച്ചു പ്രസാദം, സീറ്റില്ല. ഞങ്ങൾ എത്തിക്കയറലും ഡോറടയ്ക്കാൻ വേണ്ടിയിട്ട് ശാന്തി വന്നു. കറക്റ്റ് സമയത്തിനാണ് എത്തിയത്. ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഇനിയിപ്പോൾ കൊടുങ്ങല്ലൂർ പിന്നെ
10-12 വരെയൊക്കെ. എത്ര മണി വരെ? അല്ലല്ല 10-12 ഉണ്ടാവും. 12 അങ്ങനെ അടയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പം നേരെ ഇനി കൊടുങ്ങല്ലൂർ അമ്പലം എടുത്ത് പോട്ടെ. അപ്പോൾ ദേ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തി. പണ്ടൊക്കെ ഞാൻ കല്യാണത്തിന് മുമ്പൊക്കെ 1-2 പ്രാവശ്യം കൊടുങ്ങല്ലൂർക്ക് വന്നിട്ടുള്ളൂ. ഭയങ്കര ആഗ്രഹമാണ് വരാനായിട്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എപ്പോൾ തോന്നുന്നോ അപ്പോൾ പോവാന്നുള്ളൊരു ലെവലായത്. തൊട്ടടുത്താണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ. അത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു കേട്ടോ. നമ്മൾ പുറത്ത് ബൈക്കും കാറുകളൊക്കെ കണ്ടപ്പോൾ നല്ല തിരക്കുണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എത്തിയത് ഒരു 11 മണി നേരം, 11:15-11:30 ആയപ്പോഴാണ് എത്തിയത്. പക്ഷെ തിരക്ക് വളരെ കുറവായിരുന്നു. അതായത് ഒരുപാട് ജനപ്രവാഹം എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കും. നമ്മളങ്ങനെ നമുക്ക് ഇരിക്കാനുള്ള കല്യാണം കഴിഞ്ഞ സമയത്ത് ഇരുന്നിട്ടുള്ളൂ, അല്ലാണ്ട് അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരിക്കാനായിട്ട്. അപ്പോൾ അതേ തിരക്ക് കുറവാണ്. അകത്തേക്കുള്ള വഴിയിലേക്ക് നമ്മൾ നേരെ കയറി നടേക്കാണ് കേട്ടോ കയറിയത്. അതായത് ക്യൂ ഒന്നും നിന്നില്ല. സാധാരണ നല്ല ക്യൂ ഒക്കെ ഉണ്ടാവും. നേരെ ഓടി നടേക്കാണ് വന്നത്. നന്നായിട്ട് ദേവീനെ തൊഴുത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരണം. ഒരൊറ്റ പ്രാവശ്യം വന്നാൽ നിങ്ങൾ പിന്നെ എപ്പോഴും വരും. അങ്ങനെയാണ് അവിടെ ദേവീനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് നമുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള അമ്പലത്തിൻ്റെ ഇടയ്ക്കൊക്കെ അതേ തൊഴുതിറങ്ങാണ്. അതായത് മണ്ണിൽ ചവിട്ടാൻ പറ്റില്ല, പൊള്ളാന്ന് പറയില്ലേ, മണ്ണിൽ ചവിട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് പാറുടെ. അപ്പം ഞാനാണെങ്കിൽ ഓടാണ് തണലും നോക്കിയിട്ട്. പാറൂസാണെങ്കിലും പാറു കുറച്ച് വന്നു പറ്റില്ല. പിന്നെ ഞാൻ ഓടുന്നുണ്ടപ്പോൾ എൻ്റെ കൂടെ ഓടിയിട്ട്. പക്ഷേ നമുക്ക് കുട്ടികളൊന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല. സാധാരണ ഇവിടേക്കൊക്കെ ക്യൂ വരാറുണ്ട്. അതായത് ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നല്ല ക്യൂ വരാറുണ്ട്. ക്യൂവിലൊന്നും ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. ആൾക്കാർ ഇങ്ങനെ കുഴഞ്ഞു വീഴും. അതുപോലത്തെ ഒക്കെ തിരക്കായിരുന്നു. ഇവിടെ ഫസ്റ്റ് നടന്നത് കാശ് ആദ്യമായിട്ട് നടന്നത് പിച്ച വെച്ചത് ഇവിടെ ദേവൻ്റെ ശിവനല്ലേ ഇത്, ഇവിടെ നടത്തിച്ചപ്പോഴാണ് അവൻ ആദ്യമായിട്ട് നടന്നത്. ഇവിടെയൊക്കെ ഭയങ്കര വെയിലുള്ള സ്ഥലമാട്ടോ. ഇവിടെ നമുക്ക് തവിട് കിട്ടുമേ. ഭയങ്കര വെയിലുള്ള സ്ഥലം. അപ്പോൾ ഏട്ടനും എടുത്തു, പാറുവിനും എടുത്തു. നമുക്കെല്ലാം നടക്കാൻ പേടിയാവുന്നു. അതായത് നടക്കാൻ പേടി, കാലിൻ്റെ ഇങ്ങനെ കനലിൽ കൂടെ നടക്കാമെന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥ. എന്താണ് സംഭവിക്കുന്നത്? വെയിലെന്ത് ഇങ്ങനെയെന്ന് മനസ്സിലാവില്ല. പിന്നെ ഞങ്ങളോട്ട് പുറത്തിറങ്ങാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല. ഭയങ്കര വെയിലായിരുന്നു. ഇവിടെ ഞാൻ പറയില്ലേ ക്യൂ ഇവിടേക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനൊന്നും തിരക്കില്ലാത്തത് ഭയങ്കര ഭാഗ്യം. ആൾക്കാരൊക്കെ നേരത്തെ വന്ന് തൊഴുത് പോകുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ കുറേ നേരം നിന്ന് തൊഴുതിട്ട് ഞങ്ങളത് ഇറങ്ങാൻ നിൽക്കാണ്ട് ഞങ്ങൾ ഓട്ട മത്സരമായിരുന്നു. ഞാനും പാറും ഓടിക്കളിക്കായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ ഭയങ്കര പറയുന്ന പോലെ അല്ല, നമുക്ക് കാലിൽ നിലത്ത് കുത്താൻ പറ്റില്ല. അതേപോലെ പഴുത്തിരിക്കാന്ന് പറയില്ല, അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മളറിയുന്ന കുറേ പേരെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. എന്തൊരു പാറു അവരോടൊക്കെ സംസാരിച്ച് ഇതേ ഇറങ്ങിയപ്പോൾ പാറു കുറേ നാളെ ചോദിക്കുന്ന ഒരു സാധനം ഡോക്ടർ സെറ്റ് ഉണ്ട്. നമ്മൾ ചോദിക്കട്ടെ വാ. അതും വേറെ ഏതുള്ള 2 കളർ ഏതാ പാറു വേണ്ട? പിങ്ക് ആണോ റെഡ് ആണോ വേണ്ടത്? ഏത് കളറാ വേണ്ടേ? റെഡ്. ഗൈസ് അപ്പൊ നമ്മളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പക്ഷെ ഒട്ടും തിരക്കുണ്ടായില്ല ചേട്ടാ. അതായത് നേരെ ഞങ്ങൾ നടക്കെത്തി. ഓക്കെ സൗണ്ട് കുറച്ചിട്ടമ്മ. നേരെ നടക്കെത്തി. ഓഫ് ആശാത്തി കുറേ നാളെ എന്നോട് പറയണ് അമ്മ കിച്ചൺ സെറ്റ് മേടിച്ചായിരുന്നു. കിച്ചൺ സെറ്റ് അപ്പൊ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാവരും അവിടെ ഇവിടെ കൊണ്ടിടണം കേട്ടോ ചേച്ചി, സൂക്ഷിച്ചേക്കണം. ഓക്കെ. അപ്പോൾ എന്താണ് നല്ല സുഖമായിട്ട് ദേവിനെ തൊഴാൻ പറ്റി. അതെ ചായ കുടിക്കണം, കാശ് കൂട്ടണം, നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇന്നത്തെ പരിപാടീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് കേക്ക് കട്ടയണം, എല്ലാവരായിട്ടും പുറത്ത് ഫുഡ് കഴിക്കാൻ പോകണം. പിന്നെ നിഖിലില്ലാത്തതുകൊണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ നിഖിലില്ലാത്തതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണില്ല. നമ്മൾ അവനില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നത്. അപ്പം നിഖിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകണം, കേക്ക് കട്ട് ചെയ്യണം. അങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ. ഗൈസ് ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് എന്താണ് കേട്ടാ എന്ത് ഷെനായിസ്. അടിപൊളി മസാല ദോശ കഴിക്കാം നമുക്ക്. പറ ഷെനായിസ് കഴിക്കാം. ആദ്യം കിച്ചൺ സെറ്റ് ഇട്ട് ഇപ്പൊ വേഗം വീട്ടിലെത്തിയാൽ മതി. ഞങ്ങൾ പോവാമോ? പാപ്പൻ തിന്ന ഞങ്ങൾ എപ്പോഴും മസാല ദോശ ഓർഡർ ചെയ്യാറ്. പക്ഷേ നെയ് റോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, മസാല ദോശയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചമ്മന്തി കൊടുത്ത് അടിപൊളിയാണ് കേട്ടോ. പാറുട്ടൻ വളരെ സമയം എടുത്തിട്ടായാലും പാറു കഴിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം കഴിച്ചു. ഇതുകൊണ്ട് ഇറങ്ങി
അതുപോലെ പുറത്തൊന്നും നിൽക്കണ്ട, നമുക്ക് വേഗം വീടെത്തിയാൽ മതി എന്ന് തോന്നുന്നൊരവസ്ഥയായിരുന്നു. നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴത്തേനും കാശി ഉറങ്ങി, പാറൂസും നല്ല ഉറക്കമായി. ഭയങ്കര ടയേർഡായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഭയങ്കര ടയേർഡായി. ഉറങ്ങണോ? രണ്ടുപേരും നല്ല ഉറക്കം. കേട്ടെന്നുറങ്ങി. നമ്മളുടെ വീടെത്തിട്ടോ. ഭയങ്കര യാത്ര ക്ഷീണം. ഭക്ഷണം കഴിച്ചതിന്റെ ക്ഷീണമാണ്, യാത്ര ക്ഷീണമല്ല. ഭക്ഷണം അങ്ങനല്ല, മോള് നന്നായി കഴിച്ചിരുന്നു. പക്ഷെ അവൾക്ക് അപ്പോഴത്തേനും മൂത്രമൊഴിക്കാനൊക്കെ മുട്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് മുഴുവൻ കഴിച്ചു? ഇല്ല, ഞാൻ കഴിച്ചില്ല. ഞാൻ അവിടെ വെച്ച് ഓടിയേ. അവിടെയും നമുക്ക് ബാത്റൂം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ വെച്ചിട്ട് അവൾക്ക് കഴിക്കാൻ പറ്റില്ല. ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ഏട്ടനെ. അപ്പൊ നിറച്ച് പല്ലി ബാത്റൂമില്. അപ്പൊ ശരി, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും എന്താ പറയാ, ഇനി വൈകുന്നേരം കഴിഞ്ഞിട്ടില്ല. ആൾക്കാരൊക്കെ കഴിഞ്ഞത് വൈകിട്ട് കാണാം കേട്ടോ പരിപാടീസില്. അപ്പോൾ ദേ നമ്മളൊരു 9 മണിക്ക് ആയപ്പോഴാണ് കേക്ക് കട്ട് ചെയ്യാന്ന് വെച്ചിട്ട് നിന്നത് കേട്ടോ. അതേ കേക്കൊക്കെ കട്ട് ചെയ്ത് പോവാനായിട്ട്, അതായത് ആദ്യം കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ചേട്ടൻ ദേ ഷർട്ടൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ നൈറ്റ് നമ്മൾ ബർത്ത്ഡേക്ക്, നിങ്ങൾ ബർത്ത്ഡേ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും, കുറേ പേരുണ്ടാവും നൈറ്റ്. പിന്നെ ആരും ഇല്ല നാട്ടിൽ, ഞങ്ങളുടെ മുത്തില്ല, കുഞ്ഞാവില്ല, പിന്നെ ചിക്കുല്ല, ആരുമില്ല. പിന്നെ അച്ഛനും അമ്മയും അവിടെ നിന്നാണ്. അപ്പം ഇപ്രാവശ്യം ആരെ അങ്ങനെ വിളിക്കണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങളപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഫോട്ടോ എടുക്കാണ് കേട്ടോ. ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ നിഖിലാണ് വഹിക്കുന്നത്. ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ്. 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ വിജയകരമായി ഞങ്ങൾ 7 വർഷം പൂർത്തീകരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും പ്രാർത്ഥിക്കാം. എല്ലാവരോടും കേക്ക് മുറിക്കാൻ പോട്ടാ. എല്ലാം പ്രാർത്ഥിച്ചോ. പിന്നെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. നമ്മുടെ പോലെ എനിക്ക് മറ്റേ ഭാഗം തരാഞ്ഞത് 7 വർഷം തികഞ്ഞ ഈ അസുലഭ നിമിഷത്തിലാണ് എല്ലാം വിധിയുടെ വിളയാട്ടം. അത്രമാത്രം പറയാനുള്ളത്. ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നുണ്ട്. ഈ അസുലഭ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി. ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് നയിക്കാനുള്ള മുന്നോട്ട് നയിക്കാനുള്ള എല്ലാവിധ ശക്തിയും എനിക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നല്ല സോഫ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റ് നമ്മളെ മാംഗോസ് ഒരു മാറില്ല, ലൈറ്റ് ആക്കില്ല. മാംഗോസ് ഭയങ്കര മധുരല്ല, പക്ഷെ കുറച്ചുകൂടി കൂടുന്നുണ്ട്. ഇതല്ല മക്കളെ പിടി, ഞാൻ കേൾക്കുന്നു പറഞ്ഞേ. ബാത്റൂമിലാണ് ശരിക്കും ഗിഫ്റ്റ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റെ നിഖിൽ മോനാണ് എല്ലാം സെറ്റാക്കി തന്നത്. ഞാനൊന്നും പോയിട്ടില്ല. എല്ലാം എനിക്ക് നിഖിൽ മോനും ഇത് ചേച്ചി കൂടെയാണ് ചെയ്തത്. ഈശ്വര, അല്ലെങ്കിൽ നമ്മൾ കൊയ്യും. കൊടുക്കേണ്ടത് കല്യാണം കഴിച്ചിട്ട് എനിക്ക് അവസരം തരും. ഇപ്പഴല്ല കൊടുക്കേണ്ടത്.
പോട്ടെ ഗോ 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 ചേട്ടന്റെ ഗിഫ്റ്റ് എടുക്കാൻ പോയി. ചേട്ടൻ പാലപ്പെട്ടുള്ള എന്തോ കൊണ്ടുവരുന്നുണ്ട് അഞ്ചു. ഞാൻ പറയട്ടെ അപ്പൊ നമ്മള് പുടവ കൊടുക്കാൻ ചടങ്ങിലേക്ക് കൊടുക്കാണ്. പുടവ കൊടുക്കട്ടെ, പുടവ കൊടുക്കട്ടെ, പുടവ കൊടുക്കട്ടെ. ഒന്നുകൂടി കൊടുക്കോ. ഓക്കെ. പക്ഷെ നമുക്ക് നല്ല രസമുണ്ടാവില്ലേ? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ഇന്നലെ തുടങ്ങി എന്റെ മനസ്സിലുണ്ട് സംഭവിക്കുന്നുണ്ട്. ചോദിച്ചിട്ടുണ്ടാകും ഞാൻ പറഞ്ഞു എനിക്കൊരു ഷൂ ആയിരിക്കുന്നുള്ളത്. പൊളി കളർ എന്റെ പൊണ്ണു വന്നിട്ട് ഞാൻ പണിക്ക് പോയി അത് കാര്യം ഇഷ്ടായി. എനിക്ക് പക ഒഴിക്കില്ലേ എന്റെ സൈസിനേക്കാൾ ഒരു സൈസ് കുറവാണ്. അത് ചെയ്യാം. സൈസ് കുറവായി ഞാൻ ഈ എക്സലൊക്കെ ഒഴിവാക്കി ലാർജാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ മോതിരായിരിക്കും. കമ്മലല്ലേ മോതിരായിരിക്കും. മോതിരല്ലേ ലോക്കറ്റ് ആയിരിക്കും. ലോക്കറ്റാണ്. ഇതിനകത്ത് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പൊ കാണാൻ നമുക്ക് അല്ലെ കാണൂല. Thank you so much. Thank you. അമ്മേ എടുത്തു വെക്കൂ. എന്താ ചുരിദാർ? ഗായ്സ്, അപ്പൊ എന്റെ അനിയനും അനിയത്തിയും എനിക്ക് ഗിഫ്റ്റ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നു. വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നത് പാവം അച്ഛനും അമ്മയാണ് ഞങ്ങളുടെ ക്യാമറമാനാണ്. കൽപ്പകയിലാണ് പറഞ്ഞേക്ക് മനസ്സിലായി. നമ്മളെന്തായാലും ഗിഫ്റ്റ് കൊടുക്കുന്നവർക്ക് അറിയാം. അപ്പൊ ഒരു സ്നേഹം ചേച്ചിക്ക് കാശൊന്നും നോക്കിയില്ല. ഞങ്ങള് നല്ലൊരു ഡ്രസ് ഇല്ലാന്ന് എപ്പോഴും പരിഭവം പറയാറുണ്ട്. ഇഷ്ടായോ? സന്തോഷമായോ? നല്ല കളറല്ലേ ചേച്ചി? എനിക്ക് പോരെ കളറായില്ലേ? പിന്നെ ചേട്ടന് വെള്ള ഷർട്ട് ഇല്ല, വെള്ള ഷർട്ട് Thank you so much for this beautiful and wonderful. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടും. സെലക്ഷൻ ആരെയാണ് ചോദിച്ച് എല്ലാരും കേൾക്കില്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പുറത്തു പോവാണ്. സമയം 10 മണി ആയിട്ടുള്ളൂ. അത് എല്ലായിടത്തും അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷം. ചൂട് ഞങ്ങളെ സന്തോഷമൊക്കെ കെടുത്താണ്. അപ്പോൾ ഞാനും ഏട്ടനും 2 വീലറിനാണ്, ബാക്കി എല്ലാവരും ബൈക്കിനാണ്, കാറിനാണ് കേട്ടോ വരുന്നത്.
ചേട്ടാ 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 പറവല്ലേ ചേട്ടാ നമ്മളെവിടേക്കാണ് പോകുന്നത്? ഭക്ഷണം കഴിക്കാൻ ഇരുട്ടത്ത് ഞങ്ങളെ കാണുന്നില്ലല്ലേ ഗൈസ്. പിള്ളേരെ ഞങ്ങൾ അവരെ കൈ കൊടുത്ത് ഞങ്ങൾ ജോലിയായിട്ട് പോകും. നമ്മളിവിടെ അടുത്ത് കല്ലുമ്മക്കായ ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഒരു 4-മത്തോ 5-മത്തോ പ്രാവശ്യമാണ് ഇവിടെ കല്ലുമ്മക്കായിൽ വരുന്നത്. ഇവിടുത്തെ ഫ്രൈഡ് റൈസ് അടിപൊളിയാണ്, അൽഫാം അടിപൊളിയാണ്, പിന്നെ നല്ലൊരു വൈബാണ്. അതാണ് മെയിൻ. നമുക്കൊരു എന്താ പറയുക, നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും ഇവിടെ പ്രിഫർ ചെയ്യും. എന്താ പറയുക, കൊടുങ്ങല്ലൂർക്ക് പോകുന്നില്ലെങ്കിൽ ഞങ്ങളിവിടെ പ്രിഫർ ചെയ്യും കേട്ടോ. അപ്പോൾ അവരും പിന്നാലെത്തി. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കാറിലിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും വണ്ടിയിൽ വന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ എപ്പോഴും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ടേബിൾ നിറച്ചിങ്ങനെ കയറിയിരിക്കും. ഇപ്പോൾ അവിടെ വന്ന് നമ്മളറിയാം, അവിടുത്തെ സ്റ്റാഫുകൾക്ക് നമ്മളറിയാം. കാശി ഇതേ നിഖിലിനായിട്ട് ഭയങ്കര സ്നേഹപ്രകടനത്തിലാണ്. ഐനൂസ് ഇതേ വെല്ലിഷനായിട്ട് കുപ്പിയെടുത്ത് തുറന്ന് കളിക്കുകയാണ്. നമ്മുടെ അല്ലൂസ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛന് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അച്ഛൻ്റെ ഉള്ള ഗ്ലാസ്സുകളൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ക്രാങ്ങളൊക്കെ തകയി തട്ടിയിട്ട് ഒരു ഗ്ലാസ് പൊട്ടിപ്പോയി. ഇവിടം തന്നെ പൊട്ടിപ്പോയി. നമ്മളതും ഇവിടെ പേ ചെയ്യേണ്ടി വന്നു. ഗ്ലാസ്സുമ്മയ്ക്ക് ചാടി എടുക്കും, എറിയും ഇവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് അച്ഛൻ അതൊക്കെ കെട്ടിപ്പിടിച്ച് മുറുക്കി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫുഡ് വന്നു. ഞങ്ങൾ ആദ്യം 2 ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഫ്രൈഡ് റൈസ് അടിപൊളിയാണ്. പിള്ളേർക്ക് നമ്മൾ കൊടുക്കാനും വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. അപ്പോൾ പിന്നെ അച്ഛനമ്മ എവിടെ പോയിട്ടുണ്ടെങ്കിലും പൊറോട്ടയും ബീഫും കഴിക്കുള്ളൂ. അതാണ് അവർക്ക് ഫേവറേറ്റ്. അവർക്ക് വേറെ വലിയ ഫുഡിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടൊരു ഫുഡ്. അപ്പം ഞാനിപ്പോഴായി പിന്നെ എപ്പോഴും കാശിക്ക് കൊടുത്തിട്ട് അവനെ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം ഞാൻ കഴിക്കാനിരിക്കാൻ മാക്സിമം ശ്രമിക്കും. കാരണം നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. നമ്മൾ എന്തോ സാധനം കഴിക്കുന്നു എന്നല്ലാതെ നമുക്ക് വേറൊരു ഫീൽ ഉണ്ടാവില്ല. എല്ലാ പാരൻസും ഇങ്ങനെയാണ്, എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ കാശി ഇപ്പം ഇങ്ങനെ ഇരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ അത് അൽഫാമാണ്. ആ സമയത്ത് ക്യാമറയിൽ എന്തോ ഒരു ബ്ലറിഷ് കയറി വന്നു. അപ്പം അൽഫാം അടിപൊളിയായിരുന്നു, കാണാനും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കണം കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് കഴിക്കുന്ന ഒരു സംഭവം, ഫാമിലി ആയിട്ട് കഴിക്കുന്ന സംഭവം രണ്ടും ഭയങ്കര ഡിഫറെൻ്റാണ്. നിങ്ങൾ ഫാമിലി ആയിട്ട് പോയി കഴിച്ചു നോക്കിയാൽ അത് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നേരത്തെ ഒരു മല്ലുപിടുത്തത്തിന് ശേഷം ഞങ്ങളെല്ലാവരും കാലിയാക്കി. പാറൂസും കഴിച്ചു നന്നായിട്ട്, കാശിക്കൂട്ടനും കഴിച്ചു. അമ്മ വേഗം കഴിച്ചിട്ട് ദേ ഐനൂസിന് എടുത്തു. അതിനൊന്നും കഴിച്ചില്ല. അച്ഛൻ ദേ കാശിക്കൂട്ടനെടുത്തു. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് ഇറങ്ങായി. അപ്പോൾ സമയം 11:15 കഴിഞ്ഞു. ഞാനും ഏട്ടനെത്തി. ഞങ്ങൾ രണ്ടുപേരും വണ്ടിക്കാണ് വന്നത്. കാശി ഉറങ്ങിയിട്ടുണ്ട്, അവരെത്തിയിട്ടില്ല. എൻ്റെ അമ്മയെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും എന്താ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ 7ാമത്തെ വാർഷികം ആഘോഷിച്ചു. വളരെ ചുരുക്കി ആഘോഷിച്ചു. പ്രാവശ്യം ചുരുക്കി പറയാമെന്നില്ല. വീട്ടിൽ നിന്ന് അച്ഛനമ്മയും അങ്ങനെ കസിൻസ് ആരും ഉണ്ടായിരുന്നില്ല. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടാ, 7 വർഷങ്ങൾക്ക് മുമ്പ് സമയം 11:15. ഈ സമയത്ത് എന്താ? ഈ സമയത്ത് എന്തായിരിക്കും ഗൈസ്? സമയത്ത് ഞങ്ങൾ ഏട്ടൻ്റെ കണ്ണിൽ എന്തായിരുന്നു ഏട്ടാ സംഭവം? ലൈറ്റ് അടിച്ചിട്ടേ ക്യാമറ യെസ്, ലൈറ്റ് അടിച്ച ഏട്ടൻ്റെ കണ്ണിങ്ങനെ ബൾബായിട്ടിരിക്കുകയായിരുന്നു. ഏട്ടന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ണിന്. അങ്ങനെയായിരുന്നു. അപ്പോൾ കൂട്ടരെ, അപ്പോൾ ക്ഷീണം. അവരും എത്തില്ല, വന്നിട്ട് അവരിപ്പെത്തും. പിന്നെ എല്ലാവരും ഒരുപാട് പേര് നമുക്ക് വിശ്വസ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമൊന്നും തുറക്കാൻ പറ്റില്ല, അമ്മാതിരി വിശ്വസ്. എല്ലാവർക്കും തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇഷ്ടം പോലെ പേര് റിപ്ലൈ നമ്മൾ വിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദി. അല്ലേ? ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഞങ്ങളുടെ നമ്മുടെ ചെറിയൊരു വെഡിങ് ആനിവേഴ്സറി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ആശംസിച്ചതുമായ എല്ലാവർക്കും നന്ദി. ഞാൻ പ്രസംഗിച്ച് പഠിക്കട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഗൈസ് കിടന്നുറങ്ങട്ടെ. തിന്നിട്ടാണ് ഗൈസ്, നന്നായിട്ട് കഴിച്ചു ഞാൻ. അതായിരിക്കും ഗുഡ് നൈറ്റ്.